നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പുതിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് വന്ന് വീണതോടെ ബി.ജെ.പിയുടെ വിജയത്തിൻ്റെ തിളക്കം ഇപ്പോൾ മങ്ങുകയാണ്. കാരണം അട്ടിമറിയുടെയും കള്ളക്കളികളുടെയും വിശദാംശങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. ബി.ജെ.പിക്ക് 240 സീറ്റുകൾ പോലും നേടാൻ സാധിക്കില്ലായിരുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അത് വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല. ഇപ്പോൾ ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന തെളിവുകൾ സുപ്രീം കോടതിക്ക് മുന്നിൽ എത്താൻ പോവുകയാണ്. ഇത് സഖ്യകക്ഷികളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൽ 12ഓളം ലോക്സഭാ മണ്ഡലങ്ങളിലെ ബി.ജെ.പിയുടെ വിജയം അന്യായമായ മാർഗങ്ങളിലൂടെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ സുപ്രീം കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ പ്രധാന സഖ്യകക്ഷികളിലൊന്നായിട്ടുള്ള ടി.ഡി.പി, ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി ശക്തമായ നിലപാടെടുത്തു. ബി.ജെ.പിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കുന്നുവെന്നും മുന്നണിയിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറുന്നുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാലം ബി.ജെ.പിയുമായി ഒരു സഖ്യത്തിനും താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ നായിഡു ഇന്ത്യ മുന്നണിയോടുള്ള തങ്ങളുടെ കൂറ് പരസ്യമാക്കി. രാഷ്ട്രീയപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയാണ് ശരിയായ മാർഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ എൻ.ഡി.എയുടെ ഭാഗമായി മത്സരിച്ചുവെങ്കിലും ഞങ്ങളെപ്പോലും വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുമായി സഹകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലെന്നും നായിഡു വ്യക്തമാക്കുന്നു. കേന്ദ്രമന്ത്രിയായിരുന്ന റാം മോഹൻ നായിഡുവിനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആന്ധ്രാപ്രദേശിൽ ടി.ഡി.പിയെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണ്. 4-3 ഭൂരിപക്ഷം നേടിയ ടി.ഡി.പിക്ക് ആരുടെയും സഹായവും കൂടാതെ അവിടെ ഭരണം നടത്താനായിട്ട് സാധിക്കും. ബി.ജെ.പിയുടെ തന്ത്രങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ നീക്കം ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത്. ടി.ഡി.പിക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു നിലപാടെടുക്കാനായിട്ട് ധൈര്യമുണ്ടായത്. കാരണം ബി.ജെ.പിയുടെ സഹായമില്ലാതെ സ്വന്തം നിലയിൽ സംസ്ഥാനങ്ങളിൽ വേരുറപ്പിക്കാൻ മറ്റ് സഖ്യകക്ഷികൾക്ക് സാധിക്കില്ല. ചിരാഗ് പസ്വാന്റെ എൽ.ജെ.പി, നിതീഷ് കുമാറിൻ്റെ ജെ.ഡി.യു, നിലവിൽ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന തുടങ്ങിയ പാർട്ടികൾ പ്രതിസന്ധിയിലാണ്. നേരത്തെ സഞ്ജയ് റാവത്ത് ഏക്നാഥ് ഷിൻഡെയോട് താക്കറെ കുടുംബവുമായിട്ട് ചേർന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകൂ. നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായിട്ട് 4.5 വർഷം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടാം. മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് രാജാവായി വിലസാം. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ പടുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മാത്രമാണ് നിങ്ങളുടെ വിധിയെന്ന് പരിഹാസ രൂപേണ സഞ്ജയ് റാവത്ത് പറയുകയുണ്ടായി. അജിത് പവാറിനെ പോലെയുള്ള രാഷ്ട്രീയ അവസരവാദിയുമായി ചേർന്ന് ബി.ജെ.പി നടത്തുന്ന ഈ കളികളിൽ ഭാഗമാകാൻ ഷിൻഡെയ്ക്ക് നാണമില്ലേ എന്ന് സഞ്ജയ് റാവത്ത് ഇപ്പോൾ പരസ്യമായി ചോദിക്കുന്നു. കാര്യങ്ങൾ ഷിൻഡെയ്ക്കും ഒരു തിരുത്തലിൻ്റെ സമയമായിരിക്കുകയാണ്. നായിഡു ഇപ്പോൾ പറയുന്നതാകട്ടെ സഖ്യകക്ഷി സ്ഥാനം ഉപേക്ഷിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ വരട്ടെ, ഞങ്ങളത് നേരിടാനായിട്ട് തയ്യാറാണെന്നാണ്.